അങ്കിൾ, എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മകളുണ്ട്, അവളുടെ മനസ്സിൽ വേറെ ആളുണ്ട്. എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്നോളാം. എനിക്ക് എന്തിനു വേണമാണ്. ഇന്ദു, നീ എന്താ ഇവിടെ? ഇനി എന്നെ കൊണ്ട് പറ്റില്ല. അതിനുവേണ്ടി എല്ലാരും വിട്ടിട്ട് വന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഞാനിപ്പോ എന്താ ചെയ്യാ? ഇന്ന് എന്നെ കല്യാണം കഴിക്കുന്നവർക്ക് വീട്ടിലേക്ക് വന്നറിയോ? ഇനി ഞാൻ അവിടെ തന്നെ നിന്ന് എന്റെ അച്ഛനും അമ്മ അവന് തന്നെ എന്നെ കെട്ടിച്ചു കൊടുക്കും. ഇനി എന്തിനാണ് ആലോചിക്കുന്നത്? നീ ഇങ്ങനെ വന്നു നിൽക്കുന്നു. എനിക്കിതൊന്നും വലിയ പരിചയമില്ല. അപ്പൊ എന്റെ കാര്യോ? അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും പുതുമക്കാരാ. നമുക്കൊരു കാര്യം ചെയ്യാം, രാജയോട് ഉപദേശം ചോദിക്കാം. നിന്റെ പ്രശ്നം എന്താ? ഒരു പ്രശ്നമില്ല ചേട്ടാ. എന്തോടാ കൃഷ്ണ, പെണ്ണിനെ വിളിച്ചോണ്ടെങ്കിൽ പോന്നു അതോ അടിച്ചു പറ്റി കൊണ്ടുവന്നു? അയ്യോ, അത്രയും ധൈര്യം ഇദ്ദേഹത്തിന് ഇല്ല ചേട്ടാ. അതല്ലടാ, ഇന്ദുവിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എവിടെങ്കിലും പോയി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇവനാണെങ്കിൽ അനിത പഠിക്കണമെന്നൊക്കെ പറയാ. അവിടെ എന്റെ അച്ഛൻ ചെറുക്കനെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുക. ഇവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചേട്ടാ. ഇക്കാര്യം ഇവൻ മനസ്സിലാക്കുന്നുമില്ല. എടാ, അനിതയ്ക്ക് വേണ്ടി ഇന്ദു സഫർ ചെയ്യുന്നത് അത് ശരിയല്ല. എടാ, നീ എന്താടാ ഇവിടെ സപ്പോർട്ട് ചെയ്യണം? സപ്പോർട്ടല്ലടാ, നീ അവളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. എടാ കൃഷ്ണ, നീ ഒരു പ്രാവശ്യം അനിതയോട് സംസാരിക്കേ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഇതാ പോകുന്നു. ഹലോ. ഹലോ ചേട്ടാ, എന്താ പെട്ടെന്ന് കോൾ ചെയ്തിരിക്കുന്നത്? നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. ഇന്ദുവിനെ അവളുടെ വീട്ടിൽ വേറെ കല്യാണത്തിന് പ്രഷർ ചെയ്യാണ്. അതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവള് വീട് വിട്ടിറങ്ങി. നീ സമ്മതിച്ച അവളെ കല്യാണം കഴിക്കാന്ന് വിചാരിക്കായിരുന്നു. എനിക്കൊരു പ്രശ്നമില്ല ചേട്ടാ. എന്നാലും ചേട്ടന്റെ ഇഷ്ടം തന്നെയാണ് എന്റെ ഇഷ്ടം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മോളെ. എന്താടാ? അനിതായിട്ട് സംസാരിച്ചു. അവള് ഞങ്ങളെ കല്യാണത്തിന് എന്ത് പറ്റി പറ? ഞങ്ങളെ കല്യാണത്തിന് സമ്മതിച്ചു. അനിത സമ്മതിച്ച പോലെ ഇന്ദുവിന്റെ പാരന്റ്സും സമ്മതിക്കുന്ന എനിക്ക് വിശ്വാസം. അവര് സമ്മതിച്ചില്ലേ ഞങ്ങൾ സമ്മതിപ്പിക്കും, അല്ലടാ? എന്റെ അധികാരത്തിലുള്ള 16 പോലീസ് സ്റ്റേഷനുകൾ നിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. സൂക്ഷിച്ചു. ഈ നഗരത്തിൽ ഒരു രാജാവായിരുന്നു ഞാൻ. ഇന്നൊരു തീറ SP വന്ന് എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നു. എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. ഈ യാദവിന്റെ പേരിലാണ് കംപ്ലൈന്റ്. അവൻ കാണിച്ച യുദ്ധമാടിത്തരത്തിന് അവന് ശിക്ഷ കൊടുത്തേ പറ്റൂ. ആരും ഇല്ലേടാ. ഈ യാദവിനെ പേടിപ്പിക്കാൻ നോക്കുന്നത്. എന്നോടാണോടാ അവന്റെ ഈ കളി? നമ്മൾ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കണ്ടേ? ഇവിടെ നിർത്തൂ. നിർത്ത. എടാ കൃഷ്ണ, അവിടെ എല്ലാം തയ്യാറാണ്. നിങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയേക്ക്. ഞാൻ താലി വാങ്ങിച്ചോണ്ട് നേരെ അങ്ങോട്ട് വന്നേക്കാം. എടാ, ഒന്ന് വേഗം പോയി, എനിക്ക് പേടിയാവുന്നു. എടാ, ആ ഇന്ദുവിന്റെ ധൈര്യം പോലും നിനക്കില്ലല്ലോടാ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പേടിക്കുന്നത്. ഓ, വീണ്ടും തുടങ്ങണ്ട രണ്ടുപേരും. കേറ് കേറ് കേറ്, വേഗം കേറ്. കേറ് കേറടാ, വേഗം കേറ്. ഓക്കെ, വേഗം പോണം. വേഗം ആട്ടെ വേഗം. ബൈ. ചേട്ടാ, എന്താ എല്ലാവരും ഒന്നിച്ച്? ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലേ ചേട്ടാ? ചേട്ടന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സമ്മതിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയല്ലേ നീ? ഞങ്ങൾ അങ്ങനെ വെറുതെ വിടും ചേട്ടാ? അന്ന് പേടികൊണ്ട് അങ്ങനെ ചെയ്തു പോയതാ. ഇന്നെന്റെ വിവാഹമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ആ കേസ് വിഡ്രോ ചെയ്തോളാം ചേട്ടാ.
പെണ്ണിനെ ആണല്ലോ പിടിച്ചത്. മര്യാദയ്ക്ക് കല്യാണം കഴിക്കാതെ നീ എന്തിനാണ് പ്രശ്നത്തിന് പോയത്? നീ ഇവിടെ നിൽക്കണ്ട പോ. അവക്ക് നമ്മൾ ആരാന്ന് അറിയത്തില്ലെന്ന് ഒന്ന് അറിയിച്ചു കൊടുക്കേ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. നിക്കണവിടെ. നിന്റെ പവർ നീ കാണിച്ചു, ഇനിയിപ്പം ഞങ്ങളുടെ പവർ കാണിക്കണ്ടേ? മര്യാദക്ക് ആ പേപ്പറിലൊക്കെ സൈൻ ചെയ്തോ, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് കൊല്ലും ഞങ്ങള്. എടാ, നിങ്ങൾക്ക് വേണ്ടത് ആ സ്ഥലമല്ലേ? ഇങ്ങോട്ട് വേണം. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല. മോനെ 2 മാല എടുക്കുക. ഓക്കെ, വേറെ എന്തൊക്കെയാ വേണ്ടത്? എടാ കൃഷ്ണ. ആരാ? രാജ. എവിടെയാടാ? ഏയ്, എന്താണ് ഒന്നും മിണ്ടാത്തെ? എന്താ പറ്റിയത്? എടാ കൃഷ്ണ, എന്തെങ്കിലും പറ. എന്റെ അടുത്ത് ഹലോ ഹലോ, ചേട്ടാ, എന്ത് പറ്റിയെന്ന് പറ. ഒന്ന് വേഗം വരൂ. എന്താ പറ്റിയത്? ഞങ്ങളെ ആരൊക്കെയോ അടിച്ചു. ഒന്ന് വേഗം വരൂ. ആ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ദാ എത്തിക്കഴിഞ്ഞു. വാ പോകാം. ചേട്ടൻ ഇപ്പൊ എത്തും. എന്താണ് സംഭവിച്ചത്? കൃഷ്ണ, അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പഠിപ്പ് പൂർത്തിയാക്കി ഡോക്ടർ ആക്കണോ? കൃഷ്ണയുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയോ? നീ ഡോക്ടർ ആവണമെന്ന്. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറയരുതെന്ന് ചേട്ടൻ ഞങ്ങളോട് സത്യം ചെയ്ത് വാങ്ങിയതാ. ഒരു ദിവസം ചേട്ടൻ അടിക്കാൻ വേണ്ടി നീ കൊട്ടേഷൻ കൊടുത്തതും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ചേട്ടൻ നിന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. നീ ഒന്നോർത്തോ, ഞങ്ങളുടെ ചേട്ടൻ ദൈവ. നിനക്ക് ആശ്ചര്യം വരുന്നവരൊരു കാര്യം പറയാം. ഇങ്ങോട്ട് വാ. അവളാണ് ഇന്ദു. അന്ന് മുതലേ കോമയിൽ തന്നെയാണ്. സ്വന്തം അനിയത്തെ പോലെ ചേട്ടനാണ് അടുത്തിരുന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇത് അവളുടെ അച്ഛനമ്മ അറിഞ്ഞ ഒരുപാട് ദുഃഖിക്കുന്നോർത്ത് ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ഡോക്ടറായിട്ട് പോലും ജീവൻ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആ മനുഷ്യന് ഒന്നും സംഭവിക്കാതെ നോക്കണം. എന്റെ ലൈഫിൽ ഇതിൽ കൂടുതൽ ഒന്നും ഞാൻ ചോദിക്കില്ല. ചേച്ചി, ചേട്ടന് ബോധം തെളിഞ്ഞു. കുറച്ചു നേരത്തേക്ക് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങളിപ്പോ വരാം.
വെച്ചെന്നുള്ള കാര്യം നീ ഇപ്പൊ തന്നെ മറന്നേക്ക്. ആരോടും പറയാൻ പാടില്ല. ഐ ലവ് യു.